സുഹൃത്തുക്കളെ, നിങ്ങളൊരു ഡീസൽ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡീസൽ വാഹനം വാങ്ങിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോൾ തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിടുന്നത്. 2020 ഏപ്രിൽ 1 മുതൽ പുതിയ ഡീസൽ കാറുകൾ ഓരോന്നായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായിട്ടുള്ള മാരുതി സുസുക്കി. 2020 ഏപ്രിൽ 1 ഭാരത് സ്റ്റേജ് 6 എന്ന് പറഞ്ഞുകൊണ്ട് ചട്ടം പ്രകാരം ഭാരത് സ്റ്റേജ് 6 ചട്ടപ്രകാരം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരും. ഈ ഒരു റൂള് വന്നു കഴിഞ്ഞാൽ BS6 നിലവാരമില്ലാത്ത വാഹനങ്ങൾ വിൽക്കാൻ നിർമ്മാതാക്കൾക്ക് ഇന്ത്യയിൽ അനുമതി ലഭിക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം പുതിയ വാഹനങ്ങൾ 2020 ഏപ്രിൽ 1 മുതൽ ഓരോ വാഹന കമ്പനികൾ ഇന്ത്യയിൽ ഏതൊക്കെ വാഹനങ്ങൾ ഇറക്കുന്നുണ്ടോ ഈ ഒരു നിലവാരമുള്ള എഞ്ചിനുകളാണ് ഇനി മുതൽ നിർമ്മിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് വരുന്ന ഈ ഒരു ഭാരത് സ്റ്റേജ് 6 റൂള് പ്രകാരം അനുസൃതമായി ഇപ്പോഴുള്ള ഡീസൽ എഞ്ചിൻ യൂണിറ്റ് പരിഷ്കരിച്ചാൽ കാറുകളുടെ വില ഒരുപാട് ഗണ്യമായിട്ട് ഉയരും. നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം വരും. ഇപ്പോൾ നമുക്കൊരു ഏകദേശം 5 ലക്ഷം രൂപ വരുന്ന കാർ ഏകദേശം ആ ഒരു കാറ് അടുത്ത 2020 ഏപ്രിൽ 1 മുതൽ ഈ പുതിയ BS6 നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വരും. ലക്ഷക്കണക്കിന് രൂപയുടെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ പെട്രോൾ ഡീസൽ കാറുകൾ തമ്മിലുള്ള വില വ്യത്യാസവും 3 ലക്ഷം രൂപയോളം വ്യത്യസ്തമായിരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ആളുകളൊക്കെ പെട്രോൾ വാഹനം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളത് ഷുവറാണ്. കാരണം ഒരു പെട്രോൾ കാറും ആ സെയിം ലെവലിലുള്ള തന്നെ ഡീസൽ കാറും 3 ലക്ഷത്തോളം രൂപയുടെ വില വ്യത്യാസം വരുമ്പോൾ ഏകദേശം എല്ലാ ആളുകളും പെട്രോൾ വാഹനത്തിലോട്ട് തിരിയും. അതുപോലെ തന്നെ ഇത്രയും വില കൊടുത്ത് ഒരു ചെറു ഡീസൽ കാർ വാങ്ങാൻ ആരും തന്നെ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പൈസക്ക് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷക്കാലം തുടർച്ചയായിട്ട് വാഹനം ഓടിക്കാം. ഒരു നോർമൽ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ 3 ലക്ഷം രൂപയുടെ പെട്രോൾ നമ്മളുടെ വാഹനത്തിൽ അടിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ അവസരത്തിൽ ഇന്ത്യയിൽ എപ്പോഴാണ് ഡീസൽ കാറുകൾ വാങ്ങാൻ ഏറ്റവും നല്ല സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴാണ് നല്ല സമയം. ഈ 2020 ഏപ്രിൽ 1 ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു ഡീസൽ കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പൈസക്ക് ആ ഒരു ചുരുങ്ങിയ പൈസക്ക് നമുക്ക് ഈ വില കൂടുന്നതിന് മുമ്പുള്ള ഒരു പ്രൈസിന് നമുക്ക് ഡീസൽ കാറുകൾ ലഭ്യമാകുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇത് നമുക്ക് അവർ തന്നെയാണ് പറയുന്നത്. മാരുതി സുസുക്കിയുടെ ഭാഗത്ത് നിന്ന് തന്നെ അവർ അറിയിക്കുകയാണ്, നിങ്ങൾ ഡീസൽ കാർ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വാങ്ങിക്കുക എന്നുള്ള കാര്യങ്ങളാണ് മാരുതിയുടെ ചെയർമാൻ തന്നെ പറയുന്നത്. പിന്നെ നമ്മൾ നമുക്ക് ഒരു ഡീസൽ കാർ തന്നെ വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിൽ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് അടുത്ത ഏപ്രിൽ 1 മുതൽ ഡീസൽ കാറുകൾ വിൽക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ മാരുതി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും രാജ്യത്ത് BS6 ഡീസൽ കാറുകൾക്ക് കൂടുതൽ ആവശ്യക്കാരുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ നിലവിൽ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ഡിസയർ, ബലേനോ, സിയാസ്, എർട്ടിഗ, വിറ്റാര ബ്രീസ, എസ് ക്രോസ് മോഡലുകൾ മാരുതിയുടെ ഡീസൽ വേരിയന്റുകൾ നമുക്ക് നിലവിലുണ്ട്. ഈ ഒരു ഇതിൽ തന്നെ ഈ മോഡലുകളെല്ലാം തന്നെ ഭാരത് സ്റ്റേജ് 6 എന്ന് പറയുന്ന റൂൾ നിലവാരത്തിലുള്ള 1.3 ലിറ്റർ DDIS 200 ഫിയറ്റ് എഞ്ചിനിലാണ് തുടങ്ങുന്നത്. ഇതേസമയം സിയാസിൽ മാത്രം കമ്പനി പുതുതായി ഒരു വികസിപ്പിച്ച എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.3 ലിറ്റർ ഡീസൽ എഞ്ചിൻ പകരമായാണ് ഈ ഒരു 1.5 ലിറ്റർ സിയാസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് എർട്ടിഗയിലും വരുന്ന എർട്ടിഗയിലും ഈ ഒരു എഞ്ചിന് ഘടിപ്പിക്കുമെന്നാണ് നമുക്ക് മാരുതിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പുതിയ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിയെ ഹൈബ്രിഡ് CNG കാറുകളിൽ പിടിമുറുക്കാനുള്ള ഒരു നീക്കത്തിലാണ്
മാരുതി. അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം ഹൈബ്രിഡിൽ നമുക്ക് CNG ഗ്യാസിന് നമുക്ക് ഇനി മുതൽ ഗ്യാസ് ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് വാഹനം ഓടിക്കുന്ന ഒരു രീതി ഇനി ഇന്ത്യയിൽ കൂടുതലായിട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പെട്രോളിനും ഡീസലിനും ഈ രൂപത്തിൽ വില വർദ്ധിക്കുകയും മൈലേജിൻ്റെ ഒരു കമ്മി വരികയും ചെയ്യുമ്പോൾ CNGക്ക് മാക്സിമം മൈലേജ് ലഭിക്കുകയും അത്രത്തോളം പ്രൈസ് വരാത്ത ലിറ്ററിന് അത്രത്തോളം പ്രൈസ് വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലോട്ട് മാറാനും ചാൻസുകൾ കൂടുതലാണ്. പിന്നെ പറയുന്നത് ടയോട്ടയുമായുള്ള മാരുതി ഇപ്പോൾ ടയോട്ടയായിട്ടൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുകൊണ്ട് പുതിയ ബ്രീസൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ മുമ്പുള്ള വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യുത കാറും ലോകത്ത് മാരുതിക്ക് മുതൽക്കൂട്ടാവും. ഇനി ടയോട്ടയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവർ ടയോട്ടയും മാരുതിയും ചേർന്നുകൊണ്ട് ഇലക്ട്രിക് കാറുകളും വിപണിയിലെത്തിക്കാനുള്ള ഒരു ശ്രമം കൂടെ രണ്ടുപേരും കൂടെ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ ബലേനോ ഹൈബ്രിഡ് കമ്പനിയുടെ ചുവടുമാറ്റത്തിൻ്റെ ഒരു സൂചനയാണ്. ഫസ്റ്റിൽ അവർ ഇറക്കിയിട്ടുള്ളത് ബലേനോ എന്ന് പറയുന്ന വാഹനമാണ് കൂടുതലായിട്ട്. അതിൽ അവർ ഫസ്റ്റിൽ അതിനെ ഉൾക്കൊള്ളിച്ച് ഈ 2 കമ്പനിയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കാൻ പോകുന്നത്. പിന്നെ ഭാരത് സ്റ്റേജ് 6 പ്രകാരം നിലവാരമുള്ള 1.2 ലിറ്റർ ഡുവൽ ജെറ്റ് എഞ്ചിനാണ് ബലേനോയിൽ ഹൈബ്രിഡ് ഫസ്റ്റിൽ വരുന്നത്, ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ സുസുക്കിയുടെ സ്മാർട്ട് ഹൈബ്രിഡ് സംവിധാനം ലഭിക്കുന്ന ആദ്യ മാരുതി ഹാച്ച് ബാക്കാണ് ബലേനോ. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഫസ്റ്റിൽ ബലേനോ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഈ സുസുക്കിയുടെ സ്മാർട്ട് ഹൈബ്രിഡ് സംവിധാനം ലഭിക്കുന്ന ആദ്യ മാരുതി ഹാച്ച് ബാക്കാണ് ബലേനോ. അതിൽ തന്നെ വരും മാസങ്ങളിൽ 1.5 ലിറ്റർ സിയാസ് പെട്രോൾ ഹൈബ്രിഡിനെയും അതുപോലെ തന്നെ വിപണിയിൽ പ്രതീക്ഷിക്കാം എന്നാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു അറിവ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 1.5 ലിറ്റർ സിയാസ് പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ട്. അതേസമയം തന്നെ ഇതേസമയം 1000 കോടി രൂപ മുടക്കിൽ കമ്പനി വികസിപ്പിച്ചെടുത്ത 1.5 ലിറ്റർ ഡീസൽ യൂണിറ്റിൻ്റെ ഭാവി എന്താണെന്നറിയാൻ വാഹന ലോകത്തിന് ആകാംക്ഷകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത്രത്തോളം കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് കമ്പനി വികസിപ്പിച്ചെടുത്ത 1.5 ലിറ്റർ ഡീസൽ എഞ്ചിന് ഈ അടുത്ത വർഷം നിർത്തുമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുതൽ മുടക്ക് കമ്പനി ഇറക്കിയിട്ട് ഇത് എന്താവുന്നുള്ള ഒരു പ്രതീക്ഷകളും വാഹന ലോകത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. 1000 കോടി രൂപയാണ് ഈ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ അതിനു വേണ്ടിയിട്ട് മാരുതി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡീസൽ കാർ വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലത് അടുത്ത 2020 ഏപ്രിൽ 1 മുമ്പായിട്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ഒരു പഴയ എഞ്ചിനാവുകൊണ്ട് തന്നെ ഒരുപാട് ഓഫറുകളൊക്കെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ടാവും. മാരുതി മറ്റു വാഹനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള വാഹനം നിങ്ങൾ ഡീസലിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏകദേശം ഡീസലും പെട്രോളും 3 ലക്ഷത്തോളം വ്യത്യാസം വരുമെന്നാണ് കമ്പനി തന്നെ പറയുന്നത്. ഈ ഒരു ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ തന്നെ പെട്രോൾ LXIയും അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ തന്നെ VDIയും കൂടെ 3 ലക്ഷം രൂപയുടെ വ്യത്യാസമൊക്കെ വരുമെന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഒരു ഡീസൽ കാർ വാങ്ങിക്കുമ്പോൾ ഇത്രത്തോളം ഈ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാത്രം അപ്പോഴേക്ക് ശ്രമിക്കുക. അതല്ല നിങ്ങൾ ഇപ്പോൾ ഒരു വാഹനം ഡീസലിൽ തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിൽ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും അറിവുകളൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വിടുന്നത്. പിന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു വാഹനത്തെക്കുറിച്ച് വല്ല കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ എന്തെങ്കിലും കോൺഫിഗറേഷൻ വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.